ഹൊറർ ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോയി തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്. ബോറടിക്കാതെ കണ്ടിരിക്കാം എന്നുള്ളതല്ല, തിയേറ്ററിൽ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് DSA. ഒരു ഹൊറർ ഫിലിമിന്റെ എല്ലാ എലമെന്റ്സും ആ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡില് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഫിയർ മെയിൻറ്റെയിൻ ചെയ്ത് എത്തിക്കാൻ ഈ ടെക്നിക്കൽ സൈഡ് എല്ലാം കൂടെ ശ്രമിച്ചപ്പോൾ അത് ഭംഗിയായിട്ട് വന്നിട്ടുമുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നും ഒക്കെ ഒരുപാട് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പ്രണവിനോടൊപ്പം ഈ ഫുൾ ലെങ്ത് സിനിമയിലുള്ള ക്യാരക്ടറാണ് ജിബിൻ ഗോപിനാഥിന്റേത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഭയങ്കര നാച്ചുറൽ ആയിട്ട്, ഭയങ്കര രസമായിട്ട് തന്നെ പുള്ളി ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ പെർഫോമൻസ് എന്ന് പറയുന്നത് അരുൺ അജ്കുമാർ, നമ്മൾ പടക്കളത്തിലൊക്കെ കണ്ട പയ്യനാണ്. വേറെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവന്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഒരു അവൻ സംസാരിക്കുന്ന രീതി, അവന്റെ കൈയൊക്കെ അനങ്ങുന്ന രീതി, കാര്യങ്ങളൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയം. അവൻ ആ ഒരു എന്ത് സ്റ്റേജിൽ കൂടാണോ അവൻ പോകുന്നത്, ആ സ്റ്റേജിലുള്ള ആ ഒരു നമ്മളൊരു സാധാരണ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളും ആ ഒരു എക്സ്പ്രഷൻസും ഒക്കെ ഡെലിവർ ചെയ്യുന്ന രീതി ഭയങ്കര നാച്ചുറൽ ആയിട്ട്, അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ പയ്യൻ ചെയ്തിട്ടുണ്ട്.